അപ്പം ഇവർ പറയുന്ന ഒരു മുട്ടനൊരു നുണയുണ്ട്. ആദ്യത്തെ കേസ് വന്നതിന് ശേഷം അവർ വീണ്ടും പോയിട്ട് റീൽസ് ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഈ അടുത്തിടെ ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് അവരിട്ട ആ ഒരു റീൽസിലേക്ക് പോവാം. ഈ ലസിത ഉണ്ടല്ലോ, എന്റെ കുഞ്ഞ് മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവള് 10ഉം 15ഉം വയസ്സായ മക്കളിട്ടേച്ച് വേറൊരുത്തന്റെ ഒരു ഓട്ടോ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയവള് എന്നെ നന്നാക്കാൻ വരിക. എങ്ങനെയുണ്ട് പറ? സ്വന്തം മക്കളെ ഒഴിവാക്കിയിട്ട് വേറൊരുത്തന്റെ കൂടെ പോയ ഒരുത്തി എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് വരുന്നതില് എന്തെങ്കിലും ന്യായം ഉണ്ടോ? ഞാൻ ഹസ്ബൻഡിന്റെ കൂടെയോ സലീമിന്റെ കൂടെയോ ഇനിയിപ്പോ ആരുടെ കൂടെ വേണ്ട നിങ്ങളുടെ കൂടെ വന്ന് ക്യാമറയുടെ കൂടെ ഞാൻ പോകാന്ന് വെക്കാം. എന്നാലും വേണ്ടിയില്ല, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടേ പോവുള്ളൂ. ഇവള് സ്വന്തം കുടുംബത്തിൽ നോക്കാതെ നാട്ടുകാരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് നാട്ടുകാർക്ക് സേവനം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇല്ല, നിങ്ങൾ തന്നെ പറ. ഈ കോടതി വിധി നിലനിൽക്കെ തന്നെ അവിടെ ഒരു റീൽസ് ചിത്രീകരണം അത് വേണമായിരുന്നു എന്ന് തോന്നിയോ? പൊന്നാര മക്കളെ, ഞാൻ അങ്ങനെ ഒരു റീൽ എടുത്തിട്ടില്ല. ഞാൻ ഇതിന് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസുകാരൊക്കെ കൊടുത്തത് എന്താണെന്നറിയോ? ജസ്റ്റ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. കാരണം ഇവിടെ എന്റെ സോഷ്യൽ മീഡിയ കിടന്ന് അരിച്ച് വെറുക്കുക ചെയ്യുന്നത് ഈ വീഡിയോ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എവിടുന്നും കിട്ടുന്നില്ല. എവിടുന്നും കിട്ടാത്ത വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പബ്ലിക്കിൽ വന്ന് ഈ ഒരു മീഡിയയിൽ കൂടെ എന്തൊരു മുട്ടൻ നുണ, കല്ല് വെച്ച നുണയാണ് ഈ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പം ഇവരെടുത്തിട്ടില്ല, കയറിയിട്ടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം ലാസ്റ്റ് രണ്ടാമത്തെ കേസ് വരാനായിട്ടുള്ള കാരണമായിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒരു ചുമന്ന ഡ്രസ്സ് ഇട്ട് വരുന്നത് കണ്ടു. അത് ICGക്കാർ എടുത്തതാണ്. ഇവരുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും ഇൻ്റർവ്യൂ കൊടുത്തതും അവിടെ നിന്ന് നടന്നു വരുന്ന റീൽസ് എടുത്തതും ഒക്കെ ഇവരുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും. അതിൻ്റെ ചെറിയൊരു കഷ്ണം ഇവരുടെ ചാനലിൽ ഇട്ടിരുന്നു. അത് ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ്, തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് സംഭവിച്ച ഒരു വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. തൊട്ട് മുമ്പ് ഇവർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാൻ പ്ലേ ആക്കുന്നില്ല. രണ്ടാമത് കേസിന് ആധാരമായിട്ടുള്ള വീഡിയോ ഇത്. 2 വീഡിയോ ഉണ്ട്. ഒരു ചുവന്ന ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇവർ പടിഞ്ഞാറേ നടയിലാണ് ഈ ഒരു റീല് ചിത്രീകരിച്ചിരിക്കുന്നത്. കണ്ട, അമ്പലത്തിൻ്റെ നടപ്പന്തലിൻ്റെ ഉള്ളിലൂടെ നടന്നു വരുന്ന ഒരു റീലാണ്. കണ്ട, ആ ഒരു ബാരിക്കേഡിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ഒരു വിഷ്വല് ഇവരുടെ സമ്മതപ്രകാരം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുമല്ലാണ്ട് ഇവർ പടിഞ്ഞാറേ നടയിൽ ഇവർ സെൽഫായിട്ട് എടുത്തൊരു വീഡിയോ ഉണ്ട് ഹിന്ദുക്കൾക്കിടെ കുരുപൊട്ടിക്കാനായിട്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. അതിൻ്റെ ഞാൻ പ്ലേ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് തപ്പിയിട്ട് എവിടെയും കിട്ടുന്നില്ല എന്ന് മുട്ടൻ നുണ പറഞ്ഞ, കല്ല് വെച്ച നുണ പറഞ്ഞ ഈ വീഡിയോ. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. കണ്ട, അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ അമ്പലത്തിൻ്റെ നടപ്പന്തലിലൂടെ തന്നെയാണ് രണ്ടാമതും കയറി വീഡിയോ എടുത്തിട്ട് വരുന്നത്. ഇത് ഇവരെടുത്തതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് സെൽഫായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്ലേ ആക്കുന്നില്ല. പ്ലേ ആക്കിയാൽ ചിലപ്പോൾ നമുക്ക് മ്യൂസിക് വരും. മ്യൂസിക് നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ പ്ലേ ആക്കുന്നില്ല. കണ്ടില്ലേ, സെൽഫായിട്ടുള്ള വീഡിയോ ആണ്. ഒന്നുകൂടി നമുക്ക് കാണാം, അടുത്ത് കാണാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതാ വരുന്നു. എടുത്തിട്ടില്ല, കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ചേച്ചി പിരികം പൊക്കിക്കൊണ്ട് എന്തൊക്കെയോ കുരുവൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ മക്കളെ, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എങ്ങും കിട്ടാനില്ല എന്ന് പറഞ്ഞില്ലേ, കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ആ വീഡിയോ. എടുത്തിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് കല്ല് വെച്ച മുട്ടൻ നുണയാണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ. തെളിവ് സഹിതമാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്.